കർണാടക മുൻ മന്ത്രി ബി നാഗേന്ദ്ര ഇഡി അറസ്റ്റ് ചെയ്തു. വാത്മീകി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലാണ് അറസ്റ്റ്. അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ ചേർന്നു. അരുൺ, വിവരങ്ങൾ. സുഹേൽ, 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കർണാടക മുൻ മന്ത്രിയും നിലവിൽ കോൺഗ്രസിന്റെ MLA-യുമായിട്ടുള്ള വാത്മീകി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇഡി മുൻ മന്ത്രിയെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ബി നാഗേന്ദ്രയുടെ രാജി BJP അടക്കം വലിയ രാഷ്ട്രീയ പ്രതിരോധമായുധമാക്കി മാറ്റിയിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യലിനൊടുവിൽ 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു. അരുൺ പൂപ്പറമ്പ തുടരാം. സുഹേൽ, 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ബി നാഗേന്ദ്രയുടെ അറസ്റ്റ് ED രേഖപ്പെടുത്തിയത്. സൂചിപ്പിച്ചതുപോലെ തന്നെ വാത്മീകി പട്ടികവർഗ വികസന കോർപ്പറേഷനിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ തന്നെ ബി നാഗേന്ദ്ര അതിൽ 187 കോടിയിലധികം രൂപ മറ്റ് സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് വകമാറ്റി നിക്ഷേപിച്ചു എന്ന തരത്തിലായിരുന്നു മന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണം. അതിൽ ഉദ്യോഗസ്ഥരുൾപ്പെടെ, അതായത് ഈ കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെ നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും അതിന്റെ അന്വേഷണം നടക്കുകയും അതിനിടെയാണ് രാഷ്ട്രീയമായി ഇത് BJP ഏറ്റെടുക്കുകയും ബി നാഗേന്ദ്രയുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്തത്. തുടർന്ന് രാജി വെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ED ഈ കേസ് EDക്ക് കൈമാറുന്നത്. ED അതിൽ പ്രാഥമിക അന്വേഷണം നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ 2 ദിവസമായി ബി നാഗേന്ദ്രയുടെ വീട്ടിലും ഓഫീസുകളിലും അതോടൊപ്പം തന്നെ കർണാടകയിലും ED പിടിമുറുക്കുന്നു. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശം നൽകിയത്.